أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لنحن أعلم بالذين هم أولى بها صليا وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു മറിയമിലെ 70 മുതൽ 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ثم لنحن أعلم بالذين هم أولى بها صليا. സുമ്മ പിന്നെ ലനഹ്നു അഅലമു നമുക്ക് അറിയാം, നമുക്ക് നന്നായി അറിയാം. ബില്ലദീനഹും അവരിൽ ഒരു കൂട്ടരെ സംബന്ധിച്ച് ഔലാ ബിഹ സിലിയ അവരിൽ ഏറ്റവും കൂടുതൽ കടന്നെരിയാൻ അർഹർ ആരാണ്. പിന്നീട് നമുക്കറിയാം അവരുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ എരിഞ്ഞു തീരാൻ അർഹരായവർ എന്ന്. വൈമിങ്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല വാരിദുഹ അതിനോട് അടുത്ത് നിന്നവരല്ലാതെ, അതിനോട് അടുത്ത് വന്നവരല്ലാതെ, കാന അലാ റബ്ബിക അത് തൻ്റെ രക്ഷിതാവിൻ്റെ ഹത്മം മഖ്ളിയ ഖണ്ഡിതമായ നടപ്പാക്കുന്ന തീരുമാനമാകുന്നു. നടപ്പാക്കുന്ന ഖണ്ഡിതമായ തീരുമാനമാകുന്നു അത്. സുമ്മ പിന്നെ നുനജ്ജില്ലദീന തഖൗ തഖ്വയുള്ളവർ അവരെ നാം രക്ഷപ്പെടുത്തും. പിന്നീട് നാം ധർമ്മനിഷ്ഠ പാലിച്ച ആളുകളെ രക്ഷപ്പെടുത്തും. വനദറു ളാലിമീന അക്രമികളെ വിടും. ഫിഹ അതിൽ ജസിയ മുട്ടുകുത്തിയവരെ, അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയവരായി അതിൽ തന്നെ വിടുകയും ചെയ്യും. വൈദാ തുത്ല അലൈഹിം ആയാത്തുന ബയ്യിനാത്തിൻ നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്താൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്താൽ ഖാലല്ലദീന കഫറു സത്യനിഷേധികൾ പറയും ലല്ലദീന ആമനു വിശ്വാസികളോട് അയ്യുൽ ഫരീഖൈനി രണ്ട് വിഭാഗത്തിൽ ഏതാണ് ഖൈറും മഖാമൻ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത്, വഅഹ്സനു നദിയ ഏറ്റവും മികച്ച സംഘ ബലമുള്ളതും ആർക്കാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ഓടിക്കൊടുത്താൽ അവർ പറയും ഖാലല്ലദീന കഫറു സത്യനിഷേധികൾ പറയും വിശ്വാസികളോട് അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമൻ വഅഹ്സനു നദിയ നമ്മിൽ രണ്ട് വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ ആരാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത്, ആർക്കാണ് ഏറ്റവും സംഘബലമുള്ളത് എന്നവർ ചോദിക്കും. വക്കം അഹ്ലക്കന ഖബ്ലഹും നാം അവർക്ക് മുമ്പിൽ എത്ര കൂട്ടരെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. മിൻ ഖർനിൻ തലമുറകളെ, അവർക്ക് മുമ്പിൽ എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ഹും അഹ്സനു അസാസൻ അവർ സാധന സാമഗ്രികളുടെ കാര്യത്തിൽ വളരെ മേന്മയുള്ളവരായിരുന്നു. വലിയ അതേപോലെ തന്നെ ബാഹ്യമായ കാഴ്ചയിലും അവർ ഇവരെക്കാളൊക്കെ എത്രയോ ഉന്നതന്മാരായിരുന്നു. അവർ
സാധന സാമഗ്രികൾ സൂക്ഷിച്ച കാര്യത്തിലും അതേപോലെ തന്നെ കാഴ്ചയിലും ഇവരെക്കാളൊക്കെ എത്രയോ മികച്ചവരായിരുന്നു. അത്തരത്തിലുള്ള എത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളെയും അതുപോലെ തന്നെ സത്യനിഷേധികളെയും നരകത്തിന് മുമ്പിൽ മുട്ടുകുത്തി വരുന്നതായിട്ടും പിന്നീട് ഓരോ വിഭാഗത്തിൽ നിന്നും പരമകാരുണികരോട് ഏറ്റവും മോശമായി ഏറ്റവും അധികം ധിക്കാരം കാണിച്ചിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് തെരഞ്ഞ് കണ്ടെത്തുമെന്നും വേർതിരിച്ച് നിർത്തുമെന്നും പറയുകയുണ്ടായി. അതിൻ്റെ ബാക്കിയാണ് സുമ്മല നഹ്നു അലവും ബില്ലദീനഹും ഔലാ ബിഹാ സബിയ. പിന്നെ നമുക്കറിയാം അവരിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ കടന്നെരിയാൻ അർഹത നേടിയത് ആരാണ് എന്ന്. അള്ളാഹു ഈ വിഭാഗത്തെ പ്രത്യേകമായി തെരഞ്ഞു പിടിച്ചിട്ട് അവരെ നരകത്തിൽ എന്നേക്കുമായി അടച്ചിടുന്ന കാഴ്ച. എന്നിട്ട് ആ നരകത്തിനെ സംബന്ധിച്ച് ഒന്നുകൂടി പറയണം, വൈമിങ്കും ഇല്ല വാരിതുഹ. അതിൻ്റെ അടുക്കലെത്താത്ത ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. കാനാലാറപ്പിക്ക ഹാത്മം മുഖതയ. അത് നിന്റെ രക്ഷിതാവിൻ്റെ ഖണ്ഡിതമായ തീർച്ചയായും നടപ്പാക്കാൻ പോകുന്ന തീരുമാനമാണ്. നരകത്തിനടുത്തേക്ക് എത്താത്ത ആരും ഇല്ല എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ എത്താത്ത അഥവാ നരകത്തിൻ്റെ അടുത്തെത്താത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരും നരകം അടുത്ത് നിരക്കാണ്. അത് കാണുമ്പോഴേ ശരിക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൻ്റെ ആ അനുഗ്രഹീതമായ അവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാവുള്ളൂ. നരകം വളരെ വളരെ അടുത്തുനിന്ന്, വാരിത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതിലേറ്റവും അടുത്തായിട്ട്, നരകത്തിനടുത്തായിട്ട് എല്ലാ സത്യവിശ്വാസികളെയും എല്ലാ ജനങ്ങളെയും അവിടെ എത്തിക്കും. സുമ്മനുരച്ചില്ലതിനെത്തക്കവും, പിന്നെ നല്ല തക്കവുള്ള ആൾക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. വനദറുൽ ആലിമിനെ ഫിഹാജത്തിയ, മുട്ടുകുത്തിക്കൊണ്ട് അക്രമികളായ ആളുകളെ അതിൽ തന്നെ കടത്തുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലും ഹുദൈബിയയിലും പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. പ്രവാചക പത്നി ഹഫ്സ അന്നേരം ചോദിച്ചു, അള്ളാഹു പറയുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും നരകത്തിലൂടെ കടന്നു പോകുന്നതാണ് എന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്യത്തോടൊപ്പം പറഞ്ഞു, തുടർന്ന് തഖ്വയുള്ളവരെ നാം രക്ഷപ്പെടുത്തുമെന്ന വാക്യവും കൂടി ഉണ്ടല്ലോ എന്ന് പറയുകയുണ്ട്. അപ്പോൾ വിശ്വാസികളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല, എന്നാലും നരകത്തിൻ്റെ ആ ചൂടും അതിൻ്റെ ആ കരിച്ചു കളയുന്ന അവസ്ഥയുമൊക്കെ വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത്രയും അവരെ അടുത്ത് നിർത്തുക തന്നെ ചെയ്യും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം ചോദിക്കും, നമ്മുടെ നാഥൻ നമ്മോട് വാഗ്ദാനം ചെയ്തല്ലോ നാം നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അപ്പോൾ അവരോട് പറയും, അവർ അതിലൂടെ കടന്നാണ് സ്വർഗത്തിലേക്ക് വന്നത് എന്ന്. എന്നാൽ അതിൻ്റെ തീ കെട്ട നിലയിലാണ് അവരത് അറിയാതിരുന്നത് എന്ന്. ഏതായാലും തീ കത്തുന്ന സമയത്ത് തീയിലേക്ക് വിശ്വാസി സമൂഹത്തെ അതിലേക്ക് പ്രവേശിപ്പിക്കില്ല. അതേസമയം ആ നരകത്തിൻ്റെ അടുത്തുകൂടെ അവരെ കൊണ്ടുപോവുകയും നരകം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. വൈദാത്തുത്തല ആലേഹ്യം ആയാത്തുന ബയ്യിനാത്തിൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഈ ആളുകൾക്ക് ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലല്ലദീന കഫറു ലദീന ആമനു, കാഫിറുകൾ വിശ്വാസികളോട് ചോദിക്കും, അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമൻ വഅഹ്സനു നദിയ, നമ്മിൽ രണ്ട് വിഭാഗത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മികച്ച രൂപത്തിലുള്ള ഉത്തമ സ്ഥാനത്തുള്ളത്, അതേപോലെ തന്നെ ഏറ്റവും മികച്ച സംഘബലമുള്ളതും ആർക്കാണ്? മരണാനന്തര ജീവിതമുണ്ടെന്ന് വ്യക്തമായ തെളിവുകളും അതുപോലെ തന്നെ പ്രമാണങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ,
അവർ സാധാരണ പറയുന്ന സംഗതികളാണ്. അതായത് നബിയും സഹാബത്തും സത്യത്തിൻ്റെ ആളുകൾ, നിങ്ങൾ അസത്യത്തിൻ്റെ ആളുകളെക്കാൾ എത്രയോ കുറവാണ്. അതേപോലെ തന്നെ നിങ്ങളെടുത്ത് അംഗബലമില്ല, ആയുധബലമില്ല. അതൊക്കെ ഞങ്ങളുടെ അടുത്താണുള്ളത്. ഞങ്ങൾക്ക് ഈ പറയുന്ന അത്ര നിങ്ങളാരും ഇല്ല എന്നാണ്. വിശ്വാസികളുടെ കൂടെ അല്ല സത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ രൂപത്തിൽ എണ്ണത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അള്ളാഹു ചോദിക്കണം, വക്കം അഹേഖന ഖബ്ലഹും മിൻ ഖർനിൻ, അവർക്ക് മുമ്പ് ഇത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അഹ്സനു അസാസം വരിക, ഇവരെക്കാൾ കൂടുതൽ അസാസ്, അതായത് നല്ല സാധന സാമഗ്രികളും യുദ്ധ സാമഗ്രികളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നല്ല കാണാനൊക്കെ വലിയ നല്ല ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ വലിയ കാഴ്ചക്ക് ഇവരെക്കാളൊക്കെ എത്രയോ മികച്ച ആൾക്കാരാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിട്ട് അവരുടെ സ്ഥിതി എന്തായി, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇവരെക്കാൾ അർത്ഥവും ആൾക്കൂട്ടവുമുള്ള എത്രയോ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് ഭൗതിക വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടമുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് ഈ ലോകത്ത് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല. ഇഹലോകത്ത് ഭൗതിക സുഖങ്ങളിൽ കഴിയുന്ന ആളുകൾ ആരെയും അവൻ നശിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. പക്ഷേ കാര്യത്തിന് കിടപ്പതല്ല. വിശ്വാസിയാണെങ്കിലും ഈ ലോകത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു ആരെ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ചധികം ബുദ്ധിമുട്ടുകളും സംഗതികളൊക്കെ പെടുത്തിരും. അതേപോലെ തന്നെ ഇവിടെ നല്ല സൗഖ്യമുള്ള ആൾക്കാർ ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ കഠോരമായിട്ട് തന്നെ ശിക്ഷിക്കും. കാരണം അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്താണ് എങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങളോ സാധന സാമഗ്രികളോ ആയുധപരമോ ഒന്നും പരലോകത്ത് കാര്യമില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ടീമിനെ മുഴുവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അത് പരലോകത്തെത്തുമ്പോഴേ നമുക്ക് വെളിവാകും. ആ നിലക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.